ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞാനെന്താ ഇവിടെ സുഖമായിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ എൻ്റെ ഒരു ക്ലീനിങ് റുട്ടീൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണേ. പിന്നെ നമ്മൾ ഒരു വീട് എപ്പോഴും ക്ലീനാക്കി വെക്കാനായിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ശ്രദ്ധിച്ചാൽ വീട് എപ്പോഴും നീറ്റായും ഫ്രഷായും ഒക്കെ ഇരിക്കും. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിൻ്റെ കൂടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു 5 ടിപ്സും ഞാൻ പറയുന്നുണ്ട്. അതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും വീട് എപ്പോഴും വൃത്തിയായി തന്നെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നതേ സോഫയുടെ കവറുകളും ബെഡ്ഷീറ്റും എല്ലാം എടുത്തിട്ട് അലക്കാനിടും. ആ വാഷിംഗ് മെഷീനിൽ അലക്കുന്ന സമയത്തേക്കാണ് പിന്നെ അകത്ത് വന്നിട്ട് ഞാൻ വീട് തൂക്കലും തുടക്കലും ഒക്കെ ചെയ്യുന്നതേ. പിന്നെ ഞാനൊരു ടിപ്പ് പറയട്ടെ, നമ്മളെല്ലാ റൂമും കൂടി ഒരുമിച്ച് വൃത്തിയാക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് ലോഡ് ഭയങ്കരമായിട്ട് കൂടുകയും നമ്മുടെ ജോലി അങ്ങോട്ട് തീരാതിരിക്കുകയും ചെയ്യും. നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു റൂമിൽ ചെയ്യുക. ആ റൂം നന്നായിട്ട് എല്ലാം അടുക്കിപ്പെറുക്കി വെച്ച് നീറ്റാക്കി ബെഡ്ഷീറ്റും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണം അടുത്ത ബെഡ്റൂമിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഒരു റൂം കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ടാണ് നെക്സ്റ്റ് റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് തോന്നില്ല. എൻ്റെ ഒരു ഫീലിംഗ് അങ്ങനെയാണ്. നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാ റൂമും കൂടി ഒരുമിച്ച് എല്ലാം കൂടി ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഒരു റൂമിൽ മൊത്തത്തിലെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അടുത്ത റൂമിലേക്ക് പോകാൻ. ഞാനിപ്പോൾ ആ റൂമിലെ എല്ലാ ബെഡ്ഷീറ്റും മാറ്റി ജനലെല്ലാം തുറന്നിട്ടിട്ട് ഇപ്പോൾ അടുത്ത റൂമിലേക്ക് വന്നിട്ട് ഇവിടുത്തെയും ബെഡ്ഷീറ്റെല്ലാം മാറ്റി ജനലെല്ലാം തുറന്നിട്ടിട്ട് പിന്നെ ഇതെല്ലാം കൂടി കൊണ്ടുപോയി അലക്കാനിടും. അങ്ങനെയാട്ടോ ചെയ്യുന്നത്. എനിക്ക് പാട്ട് കേട്ട് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. ജോലി അങ്ങോട്ട് അയ്യോ ഞാനൊരു ജോലി ചെയ്യാണല്ലോ എന്ന് എനിക്ക് തോന്നാതെ ഈ പാട്ടിൽ അങ്ങോട്ട് ആസ്വദിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എനിക്കങ്ങനെ ഭയങ്കര സന്തോഷം അത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ടിപ്സ് ഞാൻ പറയുന്നുണ്ട് എന്ന്. അതിൽ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാലേ നമ്മൾ കുറച്ച് സമയം നമ്മൾ വീടിന് വേണ്ടി നമ്മളൊന്ന് മാറ്റി വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീടിനെ നമ്മൾ സ്നേഹിച്ചാൽ തിരിച്ച് വീടും നമ്മൾ സ്നേഹിക്കുള്ളൂ എന്ന് പറയില്ലേ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നീറ്റായിട്ടുള്ള ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതങ്ങനെയാണ്. പക്ഷേ ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിനേക്കാളും കൂടുതലായിട്ട് നമ്മളൊരു നെഗറ്റീവ് എനർജി ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കുറേയൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊന്നും എല്ലാവർക്കും എല്ലാം ഇങ്ങനെ നീറ്റാക്കി വെക്കാനൊന്നും പറ്റില്ല. പക്ഷെ പറ്റുന്നത് പോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതിൽ ഞാനിപ്പോൾ കുറച്ച് ടിപ്സ് പറയുകയാണേ. ഞാൻ ചെയ്യുന്നതും എനിക്ക് മനസ്സിലാക്കിയതും ആയതിൽ നിന്ന് ഞാൻ പറയുകയാണ്. തെറ്റുകളുണ്ടാവാം. എൻ്റെ രീതിയിൽ എനിക്ക് എങ്ങനെയാണോ ഞാൻ ചെയ്യുന്നത് അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ടിപ്പെന്ന് പറഞ്ഞാലേ ഈ ടേബിള്, സോഫ, അടുക്കള, നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ഇവിടെയൊക്കെ ഇരിക്കുന്ന ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മൾ അതും ഇതുമൊക്കെ കൊണ്ടുവെക്കും. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എല്ലാം മാറ്റി ആ കൗണ്ടർ ടോപ്പും കിച്ചണും മറ്റ് ഭാഗങ്ങളെല്ലാം ഈ ടേബിളും സോഫയും ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഭാഗങ്ങളും ഇത്തിരി ഒന്ന് സ്പേഷ്യസ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടും ഒരു സൗകര്യം തോന്നും. അതിലൊരു നല്ലൊരു ഭംഗിയും തോന്നും. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇപ്പോൾ കുറേ ഡൈനിങ് ടേബിളൊക്കെ അതും ഇതുമൊക്കെ വലിച്ചു വാരി ഇടാതെ ഡൈനിങ് ടേബിളിൽ എപ്പോഴും ഭക്ഷണം വെക്കാനായിട്ട് നമ്മൾ കഴിക്കാനിരിക്കുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രം അതിൽ സാധനങ്ങൾ വരുന്ന രീതിയിൽ ബാക്കി എല്ലാ സമയത്തും ഒന്നുമില്ലാതാക്കി വെച്ചാൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. പിന്നെ അടുത്തൊരു ടിപ്പെന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാചകം കഴിയുമ്പോൾ തന്നെ പറ്റുകയാണെങ്കിൽ അപ്പോൾ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് എന്തെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ലോഷനൊക്കെ ഒന്ന് തുടച്ച് നന്നായിട്ടൊന്ന് ആ തിളങ്ങുന്ന രീതിയിലാക്കി വെച്ചാലുണ്ടല്ലോ നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്യണേ. അതൊരു രണ്ടാമത്തെ ടിപ്പായിട്ട് ഞാൻ പറയാം. അപ്പോൾ അടുക്കളയിലേക്ക് വരുമ്പോൾ ഈ മീനും ഇതൊക്കെ വെക്കുമ്പോൾ ഒരു മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ ഈ ലോഷനും ഇതൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ ആ മണമൊന്നും ഉണ്ടാവില്ല. ഒരു ഫ്രഷ് മണം ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ തറ തുടക്കുമല്ലോ. വീട് തുടക്കുമ്പോഴത്തേക്കും ആ തുടക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങാനീരോ എന്തെങ്കിലും ഇതേപോലെ തന്നെ എന്തെങ്കിലും മണമുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡോ കൂടി ചേർത്തിട്ട്
അങ്ങനെയാണ് എല്ലാവരും തുടക്കുന്നതെന്ന് അറിയാം. എന്നാലും ഈ പറഞ്ഞ പോലെ നാരങ്ങാനീരൊക്കെ ചേർക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നാരങ്ങാനീരും കുറച്ച് മണമുള്ള ആ ലിക്വിഡും കൂടി ഒരുമിച്ച് ആക്കിയിട്ട് ഒന്ന് തുടച്ച് നോക്കണം കേട്ടോ. നല്ല ഭയങ്കര ഒരു ഫ്രഷ്നെസ് തോന്നും ഫ്ലോറുകളിൽ. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അത് അടുത്തൊരു ടിപ്പായിട്ട് ഞാൻ പറയുകയാണേ. പിന്നെ നമ്മൾ മൊത്തം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മൾ കുറച്ച് അഗർബത്തിയോ എന്തെങ്കിലും സാമ്പ്രാണിയോ ഒക്കെ ഒന്ന് കത്തിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് വെച്ചാൽ ആ ഒരു മണം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഒരു വീടിനൊരു പോസിറ്റീവ് എനർജി തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഫ്ലവേഴ്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് എവിടെയെങ്കിലും ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഫ്രഷ് ഫ്ലവേഴ്സ് എടുത്ത് വെച്ചാൽ അതും ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തും പോകുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വാഷ് ബേസിനും അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് തുടക്കുകയാണ് കേട്ടോ, ക്ലീൻ ആക്കുകയാണേ. ഇടയ്ക്ക് എപ്പോഴും മിക്കവാറും ഞങ്ങൾ ആരെങ്കിലുമായിട്ടും ക്ലീൻ ആക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അധികം പണി ഉണ്ടാവാറില്ല. എന്നാലും ചെയ്യുമ്പോഴത്തേക്കും അതൊരു റൊട്ടീനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകണതാണ്. പിന്നെ ഡൈനിങ് ടേബിൾ ഞങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിച്ച ഉടനെ തുടച്ച് തൂത്തൊക്കെ ഇടാറുണ്ട്. ഇപ്പം ഞാൻ എന്നാലും ഈ കൂടെ തന്നെ അതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അങ്ങനെ തുടച്ചിടുകയാണ് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ജനലും വാതിലും ഒക്കെ തുറന്നിടാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ അതിൽ കൂടി വരുന്ന ഒരു കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ അടഞ്ഞു മൂടി കിടക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മളും അതുപോലെ തന്നെ അടഞ്ഞു മൂടിയിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ എപ്പോഴും ജനലും വാതിലും ഒക്കെ തുറന്നിടും. ഞങ്ങൾ ഈ വീട് വെച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കുറേ ജനലും വാതിലും നല്ല ഓപ്പണിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വീട് വേണമെന്നായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറേ ജനലും വാതിലും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കത് കാരണം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ഇരിക്കുമ്പോൾ. ഇവിടെ വരുന്നവരും പറയാറുണ്ട്, ഞാൻ പറഞ്ഞില്ല അന്ന് എൻ്റെ ചേട്ടന്മാരൊക്കെ വരുമ്പോൾ എപ്പോഴും പറയും ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ വീട് മൊത്തത്തിൽ തൂത്ത് എല്ലാം അടുക്കിപ്പെറുക്കി വെച്ചിട്ട് ഇനി അടുത്തത് ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ച് എല്ലാ റൂമിൻ്റെ ബെഡ്ഷീറ്റുകൾ വിരിച്ചിടും. തലയണ കവറൊക്കെ ആക്കി ആ ബെഡ്റൂം പിന്നെ ഒന്നും ചെയ്യണ്ട, ഇനി തുടച്ചാൽ മാത്രം മതി കേട്ടോ. ആ രീതിയിലേക്ക് ആക്കിയിടും. അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ അപ്പം ആ സമയത്തേക്ക് എൻ്റെ തുണിയെല്ലാം അലക്കി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാനപ്പോൾ അത് മുകളിൽ കൊണ്ടുവന്ന് വിരിക്കുകയാണേ. ആ സമയത്ത് വിരിച്ച വൈകുന്നേരം ആകുമ്പോൾ ഉണങ്ങിയും കിട്ടും, അപ്പോൾ തന്നെ മടക്കിയും വെക്കാമല്ലോ. അത് കാരണം അപ്പോൾ തന്നെ കൊണ്ടുവന്ന് വിരിച്ചിട്ടിട്ട് പിന്നെയാണ് പോയി ഞാൻ തുടച്ചിടുന്നത്. മുകളിൽ തുണി വിരിക്കാൻ കയറുമ്പോഴത്തേക്കുമാണ് അതിന് മുന്നേ വിരിച്ചിട്ട തുണികൾ എടുത്തിട്ട് പോരാ. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് ഉടനെ തന്നെ അത് മടക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ കൂടിക്കിടക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ആകട്ടെ നമ്മൾ മാറ്റി മാറ്റി വെക്കുമ്പോൾ പിന്നെ അതിൻ്റെ പൊക്കത്തേക്ക് വേറെ തുണികൾ വരും. പിന്നെ അത് ഭയങ്കരമായിട്ട് കൂടി വരുമ്പോൾ പിന്നെ മടിയാവും ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ അമ്മയുണ്ട്, ഞാനും അമ്മയും കൂടി, ഒന്നെങ്കിൽ ചിലപ്പോൾ അമ്മ ഇങ്ങനെ മടക്കിയൊക്കെ തരും തുണിയൊക്കെ, അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടി ഇരുന്ന് മടക്കും. അപ്പം തുണി അങ്ങനെ അധികം കൂട്ടിയിടാറില്ല, അപ്പം തന്നെ മടക്കി വെക്കാറുള്ള പതിവ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്തത് ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് റെസ്റ്റ് എടുക്കും. അങ്ങനെയാട്ടോ. അപ്പോൾ തുടക്കൽ വേഗം തന്നെ തുടച്ച് മാറ്റിയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ക്ലീനിങ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കറക്റ്റാണ് തോന്നുകയാണെങ്കിൽ ചെയ്തു നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് പറയണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താണേ. നമ്മൾ വീടിനെ എത്രത്തോളം സ്നേഹിക്കുന്നോ അതേപോലെ തന്നെ വീട് നമ്മളെ തിരിച്ചും സ്നേഹിക്കും. അതുകൊണ്ട് എല്ലാവരും വീടിനെ സ്നേഹിക്കൂ. വീട് തിരിച്ച് സ്നേഹിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ് കേട്ടോ.